ഖത്തർ എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു മിലിറ്ററി ശക്തിയിൽ ഒന്ന് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഈ പൊങ്ങി വരാൻ സാധ്യയില്ല. പക്ഷേ ഖത്തറിന്റെ 3 പ്രധാന ശക്തികൾ സോഫ്റ്റ് പവേഴ്സ് വേണമെങ്കിൽ പറയാം. അത് ഒന്നാമത്തെ അവരുടെ ഈ 1998 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത അവരുടെ അൽ ജസീറ എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമമാണ്. ഏറ്റവും റെവല്യൂഷണറി ആയിട്ട് ലോകത്തൊരു വിഷൻ ചീറ്റിയ ഇതുപോലത്തെ ഒരു മാധ്യമ ധർമ്മം ലോകത്തുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. രണ്ടാമത്തെ അവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ടെററിസ്റ്റ് ഇസ്ലാമിക് ബ്രദർഹുഡ്, എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഒറ്റ കുടക്കയിൽ കൊണ്ടുവന്നാൽ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയും. ആ ബ്രദർഹുഡിനെ പോറ്റി വളർത്തിയതിന് വലിയൊരു പങ്ക് വഹിച്ചതാണ് ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം. ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റില്ല, ഒരു മജോറിറ്റി അത് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വെൽത്താണ്, ഓയിൽ ആൻഡ് ഗ്യാസ്. അപ്പൊ അതുവഴി അവർ സമ്പാദിച്ചൊരു വലിയ വെൽത്ത്, അതുവഴി അവർ നേടിയൊരു ഡിപ്ലോമസി. ഈ 3 കാര്യങ്ങളാണ് ഈ ഖത്തർ എന്ന ഈ ഒരു രാജ്യത്തെ ഈ പറയുന്ന ലോക മാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഈ അവരറിയാതെ തന്നെ, അതായത് പൊതുജനങ്ങൾ അറിയാതെ തന്നെ ഈ ഖത്തറിനെ കൊണ്ട് എത്തിച്ചത്.